ഈ ഒരു വീട്ടിലെ TV വെക്കാനുള്ള സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ല സ്റ്റൈലും വെറൈറ്റി ആയിട്ടില്ലേ ഈ ഒരു ഭാഗം? അറ്റാച്ച്ഡ് ബാത്റൂം ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് ഓൾറെഡി വെറ്റ് ആൻഡ് ഡ്രൈ ചെയ്ത് നമുക്ക് ഇവിടെ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു കിച്ചൺ ആണ് ഇവിടെ കിട്ടുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണാം. എറണാകുളം ജില്ലയിലാണ് ഈ കാണുന്ന വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിന് അടുത്തായിട്ടാണ് വരുന്നത്. ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. എക്സാക്ട് പറഞ്ഞാൽ പെരിങ്ങാലയിൽ കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഒരു വില്ല പ്രൊജക്ട് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായ എലിവേഷനോട് കൂടിയിട്ടുള്ള നല്ല വീടുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാ വീടുകളിലും ആളുകൾ താമസമുള്ളതാണ്. ഈ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇവിടെ നിന്ന് പെരിങ്ങാല ജംഗ്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ 2 കിലോമീറ്റർ ആണ് വരുന്നത്. ബസ് റൂട്ടിലേക്ക് നമുക്ക് ഏകദേശം 300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് നോക്കിയാൽ 12 കിലോമീറ്റർ. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ 7.9 കിലോമീറ്റർ. ഇടപ്പള്ളി ഭാഗത്തേക്ക് 18 കിലോമീറ്റർ. ആലുവയിലേക്ക് 17 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് 26 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന സ്ഥലമാണ് പള്ളിക്കരയിലുള്ള പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലം. അവിടെ കാണിനാടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വില്ല പ്രൊജക്ടിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വഴിയാണ്, വൈഡ് ആയിട്ടുള്ള റോഡാണ്. അത് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത വീടുകളിലെല്ലാം ആളുകൾ താമസമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ആ കാണുന്ന സ്പേസുകളുടെ ഇടയിലെല്ലാം തന്നെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകൾ വന്നിട്ടായിട്ട് ഷോ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റും ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് വരുന്നത്. എന്തുകൊണ്ടും തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഒരു എലിവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ഒരുപാട് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, നമുക്ക് കാർപോർച്ചിന്റെ ഒരു ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഷേപ്പ് തന്നെ വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിന് മുകളിൽ വരുന്ന പോർഷനൊക്കെ നോക്കിയാൽ കാണാം, വളരെ സ്പേഷ്യസ് ആണ്. ബാൽക്കണി കുറച്ച് ലോങ് വ്യൂ ആണ് എങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനുകളിലാണ് പെയിന്റിങ് വരുന്നത്. എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്നിട്ട് വീടിനെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യാണ്. നല്ലൊരു ഡിസൈൻ ആണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗേറ്റിന്റെ ഡിസൈൻ ഒന്ന് കണ്ടോളൂ. നല്ലൊരു ഹാൻഡിലൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഗേറ്റ് തുറന്ന് നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയായിട്ട് കവേർഡ് ആയിട്ടുള്ളൊരു പോർച്ച് കിട്ടുന്നുണ്ട്. പോർച്ച് ഏകദേശം ഗേറ്റ് വരെ വന്നാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു കാർ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളൊക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമതൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ടാങ്ക് കാണാം. നമുക്ക് KWA വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു ടാങ്ക് ആണ് കാണുന്നത്. ഏകദേശം 2800 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള വലിയൊരു ടാങ്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അലക്ക് കല്ല് കിട്ടുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഏരിയ നേരെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കിച്ചണിന്റെ ഏരിയ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ആയിട്ട് കിച്ചണിന്റെ ഡോർ വരുന്നുണ്ട്. നമുക്ക് വർക്ക് ഏരിയക്കായിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കിണർ കാണാം. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. വലിയൊരു കിണർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിനെ ഹാഫ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയും ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ഫ്ലോറിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാർ പോർച്ചിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾ കണ്ടു. വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു വോളൊക്കെ ഭംഗിയുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ റെഡ് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്.
സാധാരണ കാണാത്ത ഒരു ഡിസൈനിലുള്ള ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് തൊടുമ്പോൾ തന്നെ അറിയാം നല്ലൊരു വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ടീക്ക് വുഡിൽ തേക്കിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയിലാണ്. ഭംഗിയുള്ള ഡിസൈനും ഹാൻഡിലൊക്കെ ഇതുപോലുള്ളൊരു സ്പീക്കറിന്റെ ഷേപ്പിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങൾ നോക്കുവാണെങ്കിൽ തേക്കില്, ആഞ്ഞിലിയില്, മഹാഗണിയിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അകത്തെ വിശേഷങ്ങൾ അറിയാം. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം നോക്കുവാണെങ്കിൽ പടിഞ്ഞാറേക്കാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നേരെ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ബ്രൗൺ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് വെക്കാനുള്ള ആ ഒരു സ്പേസ് ആണ്. വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. താഴെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഈ ഒരു ഭാഗത്ത് നമുക്ക് നിൽക്കാനായിട്ട് ഇതുപോലെ സ്പേസ് ഉണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് നല്ല ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല ഐഡിയാസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഏരിയ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു ഏരിയ നോക്കിക്കോളൂ. ഡബിൾ ഹൈറ്റഡ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള വർക്കുകളാണ്. GA പൈപ്പിനകത്തും അതുപോലെ തന്നെ പാനലിങ്ങുകളും ഒക്കെ ചെയ്തിട്ടാണ്. റൂഫിൽ ടോപ്പ് എൻഡ് നോക്കുവാണെങ്കിൽ അവിടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അത് നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 2 വിൻഡോസും ബാക്കിയുള്ള 4 വിൻഡോസ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ ജാളി മോഡലിലാണ് ഇതുപോലൊരു ചെറിയ ഓപ്പണിംഗ് കൂടി വരുന്നത്. TV യൂണിറ്റിന്റെ ബാക്ക് സൈഡ് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്ക് ഷെൽഫുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസ് ആണ് ഈ കാണുന്നത്. ഇതിന് താഴെയും നമുക്ക് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനായിട്ടോ അതുകൂടാതെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കണമെങ്കിൽ ഒരു ചെറിയൊരു കബോർഡ് ഫെസിലിറ്റിയും എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ഭാഗം നമ്മൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ടു. ബാക്കിയുള്ള ഏരിയ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആണ്. പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. അത് കൂടാതെയുള്ള ഏരിയകളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു എയർ ഹോൾ ഫെസിലിറ്റി എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 14 അടി നീളവും 12 അടി വീതിയിലുമുള്ള വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഡൈനിങ് സ്പേസ് നല്ല വിഡ്ത്തും ലെങ്ത്തിലും ഒക്കെയാണ്. 12 അടി നീളവും 11 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രൈറ്റ് നോക്കുമ്പോൾ നമുക്ക് 4 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു സീറ്റിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെ നമുക്ക് നിറയെ കബോർഡുകളായിട്ട് ഇതുപോലെ ഫുള്ള് കബോർഡുകളാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ക്രോക്കറി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ സൂക്ഷിക്കാവുന്നതാണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് 2 ചെറിയ ഗ്രാഫിക്കൽ ഡിസൈനുകളിൽ ആ ഒരു പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്ക് വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് ഗോൾഡൻ ഡിസൈനിലാണ് ടെക്സ്ചർ വർക്ക് വരുന്നത്. നല്ല ഷേപ്പിലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലും ജെറയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കിയാൽ കാണാം അവിടെയും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 2 സൈഡിലും ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകൾ 2 എണ്ണം താഴെ വരുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11 അടി വീതിയിലുമാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആവശ്യത്തിന് ധാരാളം വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. അതുകൂടാതെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന്റെ കൂടെ തന്നെ ഒന്നിച്ചാണ് ബോർഡ്റൂമും കൂടെ ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ നല്ല വെറൈറ്റികൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. കളറിലാണെങ്കിലും ഡിസൈനിലാണെങ്കിലും ഹാൻഡിൽസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് ഓൾറെഡി വെറ്റ് ആൻഡ് ഡ്രൈ ചെയ്ത് നമുക്ക് ഇവിടെ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ടൈലുകളൊക്കെ വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. ജെറയിലും ജാഗ്വാറിലും ആയിട്ടാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്താണ് ബെഡ്റൂം വരുന്നത്. അതുകൂടാതെ കിച്ചണും കാണാനുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നിറയെ ഫുഡ് ലാമ്പ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അതിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കിച്ചൺ വരുന്നുണ്ട്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലും ആയിട്ടാണ് ഡോർ വരുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് വരുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഒരു വുഡൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്.
നല്ല ഭംഗിയായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ യെല്ലോ കളറാണ് ടൈല് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ഗ്രീൻ ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ആ വുഡൻ കളർ വരുന്ന കബോർഡ്സ് ഉള്ള ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോളൂ, മുകളിലും താഴെയും 2 ലെയറിലായിട്ടാണ് നമുക്ക് അവിടെ നല്ല രീതിയിൽ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ക്യാബിനറ്റ്സ് ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയും കൂടാതെ തന്നെ നമുക്ക് സൈഡിലായിട്ട് കൂടെ ക്യാബിനറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നമുക്ക് മൈക്രോവേവ് അവനൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ എല്ലാം തന്നെ നിറയെ കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെയും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് വരുന്നത്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്നാൽ പുറത്തേക്കുള്ള സ്പേസ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. ഫ്ലോർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 12 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ചുറ്റിന് നോക്കിയാൽ കാണാം വിൻഡോസ് വരുന്നുണ്ട്. പെയിന്റിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ഓരോ റൂമുകളിലും ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പോർഷനിൽ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പോർഷനിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും ഇങ്ങനെ മിറർ വരുന്നുണ്ട്. മിഡിലായിട്ട് ഇതുപോലെ ഭംഗിയുള്ള ഒരു ഓപ്പണിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഓപ്പൺ ഷെൽഫുകളാണ് വരുന്നത്. കബോർഡ്സും ഡ്രോസും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും സെയിം തന്നെയാണ്. ഈ ഒരു ബാത്റൂമിലും ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുകൊണ്ടാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. കയറി വന്ന ഏരിയ ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോൾ നിങ്ങൾ നേരത്തെ കാണിച്ചതാണ്. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്ക് നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വരുന്ന വഴിയിലെല്ലാം ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജാളി മോഡലിലാണ് ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബാക്കിയുള്ള വിൻഡോസ് എല്ലാം തന്നെ വരുന്നത്. നമ്മുടെ ഈ താഴെ കാണുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. TV യൂണിറ്റിന്റെ ഏരിയ ആണ്. നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അവിടെയും ജാളി മോഡലിലാണ് ആ ഒരു ഡിസൈൻ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലേഗ്രാൻഡിലും GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് നിങ്ങൾ കണ്ടു. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു ഏരിയ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നല്ല വലിയൊരു ഹാള് തന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തുള്ള വർക്ക് നിങ്ങൾ കണ്ടു. നമുക്ക് ഇവിടെ ആയിട്ടൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. കുഷൻ ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഇരിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ വുഡനായിട്ട് തന്നെയാണ് അതിന്റെ ആ ഒരു സർഫേസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു വോളിലെ വർക്കുകൾ വരുന്നത്. നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. വലിയൊരു ഷെൽഫ് കിട്ടുന്നുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലും നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് നമ്മൾ കണ്ടു. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ആദ്യം വരുന്ന ഡോറ് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ളതാണ്. നല്ല വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാൻ സ്പേസ് ഉണ്ട്. ആ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ വലിയൊരു ഓപ്പൺ സ്പേസ് തന്നെയാണ് നമുക്ക് ബാൽക്കണിക്കായിട്ട് കിട്ടുന്നത്. ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലൊരു ഷേപ്പാണ്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ വീടിന്റെ ഭംഗിക്ക് മാറ്റു കൂട്ടുന്നത് ഈ ഒരു വർക്കുകളും ഇതേ ഷേപ്പും ഒക്കെയാണ്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിൽ വരുന്നത്. 2 എണ്ണം നമ്മൾ താഴെ കണ്ടു. ഇനി നമുക്ക് 2 എണ്ണം മുകളിൽ കാണാനുണ്ട്. മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂം ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു സ്പേസ് കിട്ടുന്നത് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു ഏരിയ തന്നെ നോക്കുവാണെങ്കിൽ കാമാൻ കോയക്കായിട്ട് ഗ്രീനിഷ് ആയിട്ടുള്ളതായ ഒരു ഏരിയ ആണ്. ബെഡ്റൂമിലൊക്കെ രാവിലെ സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ടൺ റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വ്യൂസ് ആണ് ഇവിടെ എല്ലാം തന്നെ കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഒരു ബേ വിൻഡോ ഫെസിലിറ്റി കൂടി ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വോള് കംപ്ലീറ്റ് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാനും ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അതിനിടയിലാണ് ആ ഭംഗിയായിട്ടുള്ള ഒരു വുഡൻ വെച്ചിട്ടുള്ള ഒരു പാനലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ വരുന്നത്. അതിനകത്ത് മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു ഷെൽഫും ഡ്രോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളർ വരുന്ന നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഏരിയയിലൂടെ നടന്നു വരുമ്പോൾ
ഇവിടെയായിട്ട് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. വലിയൊരു ഏരിയ തന്നെ യൂട്ടിലിറ്റിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വുഡൻ ഡിസൈൻ ആണ് വരുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സൈഡ് എല്ലാം ഓപ്പൺ ആണ്. റൂഫ് എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസിന് അടുത്തായിട്ടാണ് ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് എല്ലായിടത്തും സെയിം തന്നെയാണ്. 12 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നിറയെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ ഒരു പോർഷനിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ബാക്കി വരുന്ന ഏരിയയിൽ പാനലിംഗ് വർക്കുകളുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഭംഗിയായിട്ടാണ് ഇവിടെയും വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ടാണ് മിറർ വരുന്നത്. നല്ലൊരു ഹാൻഡിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതുപോലെയാണ് അകത്ത് വരുന്നത്. ഇതിന്റെ സൈഡിൽ നോക്കിയാലും ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും ഡ്രോ ഫെസിലിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നാലാമത്തെ ബാത്റൂം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്നുണ്ട്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ബ്രൗൺ ഷെയ്ഡ് ഒക്കെ കൂടി ഭംഗിയുള്ള ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഈ ഒരു വീട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്ക് അടുത്താണ്. എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ പെരിങ്ങാലയ്ക്കടുത്ത് കാണിനാട് എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ബസ് റൂട്ടിൽ നിന്നൊക്കെ 300 മീറ്റർ ആണ് ദൂരം വരുന്നത്. പെരിങ്ങാല ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഇൻഫോ പാർക്കിലേക്ക് 7.9 കിലോമീറ്റർ. ഇടപ്പള്ളി, ആലുവ, കളമശ്ശേരി എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ് ഒക്കെ നോക്കിയാൽ 4,650 ആണ് വരുന്നത്. 4.65 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. എല്ലാ ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൊടുക്കുന്ന ഒരു പൈസയ്ക്കാണെങ്കിൽ പോലും നമ്മൾ അതിനൊരു വാല്യൂ പ്രതീക്ഷിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ മുടക്കുന്ന എമൗണ്ടിന് എന്തുകൊണ്ട് നമുക്ക് വർത്ത് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. കാരണം ഇവിടുത്തെ വുഡൻ ഐറ്റംസ്, അതുപോലെ ഈവൻ ഈ ഒരു നമ്മുടെ ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ പോലും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു എലിവേഷൻ ആണ്. അത് നോക്കുവാണെങ്കിൽ ഇന്റീരിയറിന്റെ കാര്യത്തിലും ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ഒരു വീടാണെന്ന് പറയാം. 4.65 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ കിണർ വെള്ളമുണ്ട്. KWOയ്ക്കുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബസ് റൂട്ടിനടുത്താണ്. 96 ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ്. 96 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ ഇത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റിയിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. ലോണിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും മാർബിൾ ഹോംസ് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. റോഡിനടുത്ത് വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീനിൽ നമ്പറുകൾ കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.